യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ ദൈവമക്കൾക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളുടെ കൂടെ വസിക്കുകയും ആ ദൈവം നിങ്ങൾക്ക് വേണ്ടതെല്ലാം കർത്താവായ യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് നേടിത്തരുന്ന ഒരു ദിവസമായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-ഉം 6-ഉം തിരുവചനങ്ങൾ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. കാരണം അത്യുന്നതനായ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലും അവൻ്റെ തണലിലുമാണ് നമ്മൾ ഈ ദിവസം കഴിയുന്നത്. എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും അവനാണ് നമ്മളെ സംരക്ഷിക്കുവാൻ പോകുന്നത്. നിനക്കിന്ന് എന്ത് ലഭിക്കണമെന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ട്. നീ എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് ചെയ്യുമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ മിടുക്കുകൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ ഒന്നും നമുക്ക് നേടുവാൻ സാധിക്കുകയില്ല. ദൈവം തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ ദൈവകൃപയനുസരിച്ച് നമുക്ക് ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു വിചാരത്തോടെ, ആ ഒരു ദൈവാശ്രയത്തോടെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങിയാലും ദൈവം അത് അനുഗ്രഹമാക്കി മാറ്റിത്തരും. അവിടുന്ന് നിനക്ക് വേണ്ട വഴി, വെളിച്ചത്തിൻ്റെ വഴി അവിടുന്ന് കാട്ടിത്തരിക തന്നെ ചെയ്യും. നീ ഇരുട്ടിൽ തപ്പിത്തടയേണ്ട അവസ്ഥ ഉണ്ടാകില്ല. ഇന്ന് ഏതെങ്കിലും പ്രവൃത്തികൾ, പുതിയ പ്രോജക്റ്റുകൾ, പുതിയ പരീക്ഷകൾ എഴുതുവാൻ ആരെങ്കിലും ഒരുങ്ങുന്നുണ്ടെങ്കിൽ, പുതിയ യാത്രയിലേക്ക് നമ്മൾ തിരിക്കുന്നുണ്ടെങ്കിൽ, എല്ലാം ദൈവകരങ്ങളിൽ, സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച്, എൻ്റെ അപ്പാ അനുഗ്രഹമാക്കി തരണം, നീ എനിക്ക് വഴി തെളിച്ച് തരണം എന്ന് പ്രാർത്ഥിച്ച് ആ സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് അനുഗ്രഹമാക്കി ദൈവം മാറ്റും. ജീവനുള്ള ദൈവവചനമാണ് നമ്മൾ കേൾക്കുന്നത്. ദൈവം തന്നെ ജീവനോടുകൂടി ഈ ഭൂമിയിലേക്ക് വരികയും ദൈവം നേരിട്ട് നമ്മളോട് സംസാരിക്കുകയും ചെയ്ത അതേ ദൈവവചനം, ആ ദൈവവചനത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക. അനുഗ്രഹങ്ങൾ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത് കാണുവാൻ സാധിക്കും. ആ ദൈവത്തെ നമ്മളുടെ എല്ലാമായി, നമ്മളുടെ റോൾ മോഡലായി, നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഏറ്റവും ഉത്തമ സുഹൃത്തായി ആ ദൈവത്തെ കാണുക. ആ ദൈവത്തോട് ചോദിച്ചുകൊണ്ട് എല്ലാ കാര്യവും ചെയ്യുവാൻ തുടങ്ങുക. എല്ലാം അനുഗ്രഹമായി മാറും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ ദൈവമക്കളെയും
പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദർശനങ്ങളാലും അടയാളങ്ങളാലും അനുഗ്രഹങ്ങളാലും അവരെല്ലാം ദൈവത്തിൻ്റേതായി മാറട്ടെ. ദൈവത്തെ അവർ ദർശിക്കുകയും ആ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന മക്കളുടെ കൂടെ ദൈവകൃപയും പരിശുദ്ധാത്മാവിൻ്റെയും നിറഞ്ഞ ഇടപെടലുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന മക്കളെ ദൈവം സ്പർശിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് സമാധാനവും ശാന്തിയും കളിയാടുവാൻ ദൈവം ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെ ദൂതനായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടെയുള്ള സമാധാനം നിങ്ങളിലേക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.